അടുത്തൊരു ടോപ്പിക്കാണ് COD എന്ന് പറയുന്നത്. അത് ഇപ്പം നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിന് പ്രോപ്പർ റിപ്ലൈ തരാം. കുറച്ച് ദിവസമായിട്ട് റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല, അതും ഈ ഒരു എണ്ണത്തിൻ്റെ താഴെ ഇട്ടാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായാൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. കാര്യം വൈബ് അയക്കാണ്ട് അതിൻ്റെ കുറച്ച് ഓട്ടത്തിലൊക്കെ ആയിരുന്നു, പ്രൊജക്ട്സും അങ്ങനത്തെ കുറച്ച് കാര്യത്തിലൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പം ഇനിയുള്ള ടോപ്പിക്ക് COD ആണ്. CODക്കകത്ത് നിങ്ങൾക്ക് പല രീതിയിലായിരിക്കും നിങ്ങൾക്ക് CODs വരുന്നത്. ഇപ്പം എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നേക്കുന്ന സപ്ലൈസ് എല്ലാവരും COD ചെയ്യുന്നതാണ്. പിന്നെ നോർത്തിലുള്ള ആൾക്കാർ ലൈക്ക് നിങ്ങൾക്ക് തന്നേക്കുന്നതിൽ MD, ഓക്കെ, അവർ നോർത്തിൽ നിന്ന് പ്രൊഡക്റ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പം അവരെ കയ്യിരിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും COD അവൈലബിൾ ആയിരിക്കത്തില്ല. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോവുക, ചോദിക്കുക, പ്രൊഡക്റ്റിൻ്റെ പിക്ക് അയച്ചിട്ട് COD ഉണ്ടോ എന്ന് നോക്കി അവർ COD ചാർജ് പറയാം. CODയുടെ ചാർജ് വരുന്ന 100 തൊട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അത് അഡ്വാൻസ് അല്ല, അത് ഷിപ്പിംഗ് ചാർജാണ് COD, അതായത് ക്യാഷ് ഓൺ ഡെലിവറി. ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്ന സമയത്തിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു കസ്റ്റമറെ അവർ വന്നിട്ട് പറയുന്നത് COD വേണമെന്ന്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു 799 ഒരു പ്രോഡക്റ്റ്, അപ്പം അവർ വന്നിട്ട് അപ്പം നിങ്ങൾക്ക് സെല്ലർ ആ ഒരു സാധനം തരുന്നത് 600 രൂപയ്ക്കെന്ന് വെച്ചാൽ നിങ്ങളത് 800 രൂപയ്ക്ക് വിറ്റ് 200 രൂപയാണ് നിങ്ങളെ പ്രോഫിറ്റ്. നിങ്ങളപ്പം ആ സാധനം സെല്ലറിൻ്റെ അടുത്ത് എന്ന് പറയുന്നു COD വേണം, അവർ പറഞ്ഞു ഓക്കെ അവൈലബിൾ ആണ്, 100 എക്സ്ട്രാ വരുമെന്ന് പറയുന്നു. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് COD ചാർജ് 100 വാങ്ങുക, അത് ഷിപ്പിംഗ് ചാർജാണ്. അപ്പം നിങ്ങൾക്ക് അവിടുന്ന് 800 രൂപയാണ് നിങ്ങൾ കസ്റ്റമർ തരേണ്ടത്. ഇപ്പം ഈ ഷിപ്പിംഗ് ചാർജ് തന്നാലും കസ്റ്റമർ തരേണ്ടത് 800 രൂപ തന്നെയാണ്. കാര്യം ഇത് ഷിപ്പിംഗ് എന്ന് പറയുന്ന ചാർജ്, അല്ലാതെ ഇത് അഡ്വാൻസ് അല്ല. ഇത് കുറേ പേർക്ക് പ്രശ്നം വരും, ഞാൻ പഠിപ്പിച്ച് ഇഷ്ടംപോലെ ആൾക്കാർക്ക് വന്ന പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തെടുത്ത് പറഞ്ഞു തരുന്നത്. ഈ വാങ്ങുന്ന ഈ 100 എന്ന് പറയുന്നത് അതും ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഈ 100 എന്ന് പറയുന്ന ഈ ഒരു എമൗണ്ട് ഷിപ്പിംഗ് ചാർജാണ്, മനസ്സിലായി? അത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഈ എമൗണ്ടിനെ ബാധിക്കത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് ആ കസ്റ്റമറിൻ്റെ കയ്യിൽ നിങ്ങളിപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മളത് ബില്ലിടുന്നത്, അല്ലെങ്കിൽ ഇപ്പം അവരെ സപ്ലയർ ബില്ലിടുന്നത് 800 എന്നുള്ള രീതിയിലായിരിക്കും. സോ ഈ സാധനം അവരെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇവർ 800 രൂപ കൊടുത്തിട്ട് വേണം ഈ സാധനം കളക്ട് ചെയ്യാൻ, മനസ്സിലായോ? ഈ 100 എന്ന് പറയുന്നത് ഷിപ്പിംഗ് ചാർജാണ്. പിന്നെ ഒരു കാര്യം, ഞാനിപ്പോൾ ഇവിടെ 100 എന്ന് പറഞ്ഞിട്ട് അവർ പോയി അതിന് കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തർക്കിക്കാൻ നിൽക്കരുത്. കാര്യം CODയുടെ ചാർജ് വേരി ആയിക്കൊണ്ടിരിക്കും. 100, 150, 200, 250, 300, 350 അങ്ങനെ പൊക്കോണ്ടേയിരിക്കും. പ്രീമിയം വാച്ചിൻ്റെ COD ചാർജ് എത്രയാണെന്നറിയാമോ? 650 to 950 വരെയാണ് പ്രീമിയം വാച്ചസിൻ്റെ COD ചാർജസ് വരുന്നത്. അതായത് അത് വിത്ത് ബോക്സ് ആണ്, വിത്ത് ബോക്സ്. അതായത് COD ചാർജിൻ്റെ അതിൻ്റെ ഒരു ഡീറ്റെയിലായിട്ട് ഞാൻ കാര്യം പറഞ്ഞുതരാം. COD ചാർജിന് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വേരി ആവുന്ന, ലൈക്ക് ഈ ഒരു എമൗണ്ട് വേരി ആവുന്നത്, ഒന്നാമത്തെ കാര്യം കസ്റ്റമറിൻ്റെ പ്ലേസ്, ലൈക്ക് പിൻകോഡ് സ്കാൻ ചെയ്യുമ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് ഒന്ന്. രണ്ടാമത്തെ കാര്യം പ്രോഡക്റ്റിൻ്റെ വെയിറ്റ്, വിത്ത് ബോക്സും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെയിറ്റ് വരും. ഓക്കെ ഉണ്ട്. മൂന്നാമത്തത് ഈ ഒരു സംഭവത്തിൻ്റെ നീളം വീതി, ഡൈമെൻഷൻ എന്ന് പറയും ആ ഒരു കാര്യത്തിന്. ഓക്കെ, പിന്നെ നാലാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ കളക്റ്റബിൾ എമൗണ്ട്. കളക്റ്റബിൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പം 500 രൂപയ്ക്ക് സാധനം നിങ്ങൾ 1500 വിറ്റ് കഴിഞ്ഞാൽ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് 1500 ആണ് നിങ്ങളെ പ്രോഫിറ്റ് 1000 രൂപ, മനസ്സിലായി? ഇതിനെയാണ് ഈ കളക്റ്റബിൾ എമൗണ്ട്, അവർ വാങ്ങേണ്ട എമൗണ്ടിനെയാണ് കളക്റ്റബിൾ എമൗണ്ട്. സോ ഈ കളക്റ്റബിൾ എമൗണ്ടിന് മണ്ടയിൽ ഒരു ചാർജ് വരും. അപ്പം ഇത്രയും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു 4 കാര്യങ്ങൾ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഈ COD ചാർജ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്. കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഒരു 1000 രൂപയ്ക്ക് താഴെ വരുന്ന അത്യാവശ്യം എല്ലാ പ്രോഡക്ട്സിനും 100 രൂപ തന്നെയാണ് COD ചാർജ്. അതിൽ വലുതായിട്ട് കൂടത്തില്ല. നോർത്ത് ആണെങ്കിൽ വേരി ചെയ്യും, കാര്യം നോർത്തിൽ നിന്ന് ഇവിടം വരെ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. സോ അതുകൊണ്ട് അവിടെ COD ചാർജ് വേരി ആയിക്കൊണ്ടിരിക്കും. സോ അതിൽ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റത്തില്ല. പിന്നെ COD ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നതിൻ്റെ ഒരു മേജർ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റ് ഇഷ്യൂ റെഡിയാക്കാൻ വേണ്ടിയാണ്. കാര്യം കുറേ പേര് അതിനകത്ത് ട്രസ്റ്റ് ഇഷ്യൂവിൻ്റെ കേസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് COD. പിന്നെ 10ക്ക് MDക്കാർ COD കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ അവരെ നിന്നാണ് സോഴ്സ് ചെയ്യുന്നത് പ്രൊഡക്ട്സ് എല്ലാം. കാര്യം അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് ഇടുന്നുണ്ട്. പിന്നെ അവരെ ഇടുന്ന ഷൂവിൻ്റെ റേറ്റ്സിൽ പോയി ഓരോന്നും പറയാൻ നിൽക്കരുത്. കാര്യം അത് 10 ആണ്, ഫസ്റ്റ് കോപ്പി ഷൂസ് ആണ് ആ സാധനങ്ങൾ കംപ്ലീറ്റ്ലി. അതിൻ്റെ കൂടെ പിന്നിടുന്ന സാധനങ്ങൾ സെമി UA. ആ സെമി UA എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് കടയിൽ വാങ്ങാൻ കിട്ടത്തില്ല. ഞാനിത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാന്നുകൊണ്ട് ഒരു 1000 പ്രാവശ്യം എനിക്ക് ആ പുള്ളി അവസാനം സഖിയായിട്ട് എനിക്ക് എത്ര സ്ക്രീൻഷോട്ട് അയച്ചു തന്നറിയാവോ? വന്നു ഇത് ബ്രോ റേറ്റ് കൂടല, റേറ്റ് കൂടല, റേറ്റ് കൂടല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യം അത് നിങ്ങൾക്ക് കിട്ടത്തില്ല. കാര്യം അത് സെമി UA ആണ്. ഞാനത് എടുത്ത് ചെക്ക് ചെയ്ത സംഭവമാണ്, മനസ്സിലായോ? ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഞാൻ അവരെ കയ്യിൽ നിന്നാണ് ആ സാധനങ്ങൾ സോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം അവരെ കയ്യിൽ നിന്ന് ഇപ്പോൾ COD കിട്ടുന്നുണ്ട്, നല്ല രീതിക്ക് COD കിട്ടുന്നുണ്ട്. പക്ഷേ COD ചാർജ് കൂടുതലാണ്. കാര്യം പ്രോഡക്റ്റ് ഷൂ ആയതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് നോർത്ത് ആയതുകൊണ്ട് കേരളത്തിലാണ് എൻ്റെ കസ്റ്റമേഴ്സ് ഉള്ളത്. സോ അതുകൊണ്ട് അവർക്ക് അത്യാവശ്യം
ഷിപ്പിംഗ് ചാർജുകൾ വരുന്നുണ്ട്. എനിക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു 250 to 350 ഇടയിലാണ് COD ചാർജ് വരുന്നത്. ബട്ട് എനിക്കത് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം ഞാനാണെങ്കിലും അല്ലാതെ നോക്കിയപ്പോഴും എനിക്ക് ഈ സെയിം എമൗണ്ടുകൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് അതിനകത്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇത് അവരായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു തരും. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പ്രോഫിറ്റ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൊഡക്റ്റ് ഡെലിവർ ആയി കഴിയുമ്പം ഏത് സപ്ലയേഴ്സ് ആണെങ്കിലും പ്രൊഡക്റ്റ് ഡെലിവർ ആയി കഴിയുമ്പം ആ ട്രാക്കിംഗ് കോഡ് എടുക്കുക, നേരെ ഏതാണോ സൈറ്റ് അവിടെ അടിക്കുക, അതിൻ്റെ ഡെലിവേർഡ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, നേരെ അവർക്ക് കൊണ്ട് അയച്ചു കൊടുക്കുക. ഓക്കെ, അവർ ഒരു ടൈമുണ്ട്, ആ ഒരു ടൈമിൽ അവർ ആ സംഭവം ക്ലിയർ ആക്കും. ഓക്കെ, അതിപ്പോൾ ചിലവർക്ക് അത് മന്ത് എൻഡിലായിരിക്കും അവർ ക്ലിയർ ചെയ്യുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കൊണ്ടിടുമ്പോൾ തന്നെ അത് അവർ ക്ലിയർ ആക്കി വിടും. അപ്പം ഇങ്ങനെയാണ് COD ചാർജിൻ്റെ ആ ഒരു ഇത് വരുന്നത്. പിന്നെ ഇവിടെ കുറച്ച് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മെയിനായിട്ട് ചോദിച്ചാൽ ഈ പിൻട്രസ്റ്റിൻ്റെ കേസാണ്. പിൻട്രസ്റ്റിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒറിജിനൽ വീഡിയോയാണ്, പക്ഷേ നിങ്ങൾ അത് വെച്ച് വീഡിയോ ചെയ്യുക, വോയിസ് ഓവറും കാര്യങ്ങളും വെച്ച് വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ അത് അപ്ലോഡ് ചെയ്തോ. എന്നിട്ട് കസ്റ്റമർ, അപ്പം നിങ്ങളുടെ വെച്ചാൽ ഒറിജിനലല്ലേ കാണുന്നത്, അപ്പോൾ കോപ്പി ആയിട്ട് വേരിയേഷൻ വരുത്തില്ല. അപ്പം കസ്റ്റമർ വരുന്ന സമയത്ത് അവർക്കതറിയാം കോപ്പി, ആ രീതിയിൽ വേണം നിങ്ങൾ പ്രസൻറ്റേഷൻ ചെയ്യാൻ. ഓക്കെ, നമ്മൾ ഈ റേഞ്ചിന് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ രീതിയിലായിരിക്കും പ്രസൻറ്റേഷൻ ചെയ്യേണ്ടത്. കസ്റ്റമർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒറിജിനൽ പിക്കും വീഡിയോസും കാര്യങ്ങളെല്ലാം അവർക്ക് അയച്ചു കൊടുക്കണം. മനസ്സിലായോ? അല്ലാതിരുന്നിട്ട് വലിയ കാര്യം ഒന്നും ഇല്ല. ഓക്കെ, കാര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ അവർക്ക് ഒറിജിനൽ സാധനം എന്ന് വിചാരിക്കും. അത് പിന്നെ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. അപ്പോൾ അവർ നിങ്ങൾക്ക് ഡയറക്റ്റ് അവർ കസ്റ്റമറിന് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഒറിജിനൽ ഫോട്ടോ വീഡിയോ കാര്യങ്ങളെല്ലാം അയച്ചാൽ, പിന്നെ ഏത് ആൾക്കാരാണെങ്കിലും അവരുടെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവരെൻ്റെ പ്രോഡക്റ്റ് ഇപ്പോൾ ഫോട്ടോ ആണ് കിടക്കുന്നുണ്ടെങ്കിൽ അവരെ കൈ വീഡിയോ അവൈലബിൾ ആണെങ്കിൽ അവർ അയച്ചു തരും. ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ ഇല്ലയെന്ന് തന്നെ പറയും. അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അവൈലബിൾ എന്ന് പറയും. മാക്സിമം അത്യാവശ്യം എല്ലാവരും അവരുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എല്ലാം അവരെ ഗ്രൂപ്പിൽ ഷെയർ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യാൻ അവർ മാക്സിമം ശ്രമിക്കും. ഓക്കെ, എല്ലാം അവരുടെ കയ്യിലുള്ള പ്രൊഡക്റ്റുകളല്ല. പിന്നെ ചില പ്രൊഡക്റ്റുകൾ അവരുടെ കസ്റ്റമേഴ്സിന് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള, അതിപ്പോൾ ഈ 3 ടീംസിനും ഉണ്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ. അത് ചിലപ്പോൾ അവരുടെ സ്പെഷ്യൽ റീസെല്ലേഴ്സ് ആയിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സ്പെഷ്യൽ കസ്റ്റമേഴ്സ് ആയിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി അവർ ചില സാധനങ്ങൾ മാറ്റി വെക്കും. മനസ്സിലായോ? അപ്പം അതൊന്നും ചിലപ്പോൾ പോയി ചോദിച്ച് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, എല്ലാവർക്കും അങ്ങനത്തെ ഉള്ള പ്രൊഡക്റ്റുകളുണ്ട്. പിന്നെ ഇതിനകത്തൊരു മേജർ ക്വസ്റ്റ്യൻ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടതാണ്. ഇൻസ്റ്റയിൽ കുറച്ച് പേര് എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചു, ബ്രോ അപ്പോൾ ഈ റീസെല്ലിങ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ബില്ലോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും വരുത്തില്ലേ എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. റീസെല്ലിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബില്ലോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ആ കാണുന്ന ട്രാക്കിംഗ് ഐഡിയുടെ ആ ഒരു പാക്കറ്റ്, അതിനകത്ത് ജസ്റ്റ് അവരെ അഡ്രസ്സ്, കസ്റ്റമറിൻ്റെ അഡ്രസ്സ്. അപ്പം നിങ്ങൾ വേറെ വെളിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ സെല്ലേഴ്സിൻ്റെ അഡ്രസ്സ് പോലും അതിനകത്ത് വെക്കത്തില്ല. മനസ്സിലായോ? ആ കാര്യത്തിൽ പേടിക്കണ്ട. അവരത് തുറക്കുമ്പോഴത്തേക്ക് വാച്ച് ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ബോക്സ് പോലത്തെ ഒരു ബോക്സ് കാണും. സെല്ലേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർ ആ ഗിഫ്റ്റ് ബോക്സിൻ്റെ ഫോട്ടോ അയച്ചു തരും. ബോക്സ് ആണ്, അതിനകത്ത് ബബിൾ റാപ്പ് എന്ന് പറഞ്ഞ റാപ്പാണ്. വെച്ചാൽ നമ്മൾ ഈ ഞെക്കി പൊട്ടിക്കുന്ന സാധനമില്ലേ, ആ ബബിൾ റാപ്പിനകത്ത് ഈ വാച്ച് പൊതിയും. വെച്ചാൽ അത് പൊതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഡ്രോപ്പോ കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ഒരു ഇമ്പാക്റ്റിനെ വലിക്കാനാണ് ഈ ബബിൾ റാപ്പ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് റാപ്പ് ചെയ്തിട്ട് ഇത് വെച്ചേക്കും. അങ്ങനെയാണ് ഈ സംഭവം വരുന്നത്. ബില്ലോ കാര്യങ്ങളോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇതിനകത്ത് വരത്തില്ല. നിങ്ങളെ അക്കൗണ്ടാണ്, നിങ്ങളെ ഇൻസ്റ്റാ അക്കൗണ്ടാണ്, നിങ്ങൾക്ക് അവിടെ ഏതൊക്കെ സെല്ലേഴ്സിൻ്റെ ഏതൊക്കെ പ്രൊഡക്ട്സ് ആണെങ്കിലും എടുത്തിടാം. അവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. മനസ്സിലായി? അപ്പം MD നിന്ന് എടുത്തിടാം, അതേപോലെ ആ സെയിം ടൈമിൽ തന്നെ ന്യൂജൻ്റെ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റ് എടുത്തിടാം, അതേപോലെ മറ്റേ സ്റ്റൈൽ അവരെ ഇവിടുന്ന് എടുത്തിടാം. അങ്ങനെ എല്ലാം ചെയ്യാം. സീരിയസ്ലി ഒരു പ്രശ്നമില്ല ഈ ഒരു കേസിൽ. അത് കുറേ പേരെന്തോ വലിയ കാര്യമെന്നൊക്കെ പറഞ്ഞു വന്ന് ചോദിക്കുന്ന കേൾക്കാം. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആരെ വേണോ എടുത്തിടാം. അവർക്ക് ഈഗോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. നമുക്ക് ഇവിടുന്ന് എന്തൊക്കെ പ്രൊഡക്റ്റുകൾ കിട്ടുന്നോ, എന്തൊക്കെ സോഴ്സ് ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം മാക്സിമം സോഴ്സ് ചെയ്യുക. ട്രസ്റ്റഡ് ആണെന്ന് തോന്നിയിട്ട് മാത്രം. ഓക്കെ, ഇഷ്ടം പോലെ ഈ റീസെല്ലിംഗ് എന്ന് പറയുന്നൊരു പരിപാടി ഇഷ്ടം പോലെ സ്കാം നടക്കുന്ന ഏരിയ. അതുകൊണ്ട് തന്നെയാണ് ഞാനായിട്ട് സെല്ലേഴ്സിനെ ഇതിനകത്ത് പിടിച്ചിടുന്നതും എടുക്കുന്നതും പിടിക്കുന്നതും എല്ലാം. അല്ലാതെ എനിക്കിതിനകത്ത് കമ്മീഷനോ കുന്തോ കുടച്ചക്രമോ ഒന്നും എനിക്കില്ല. അങ്ങനെ അടിച്ച് ജീവിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കമ്മീഷൻ അടിച്ച് ജീവിക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? എനിക്കിതിപ്പോൾ പ്രൈവറ്റ് ആക്കി ഇട്ടിട്ട് എൻ്റെ സ്റ്റുഡൻസിന് മാത്രം കൊടുത്ത് എനിക്കിതിനകത്ത് നല്ല ഇൻകം ഉണ്ടാക്കാൻ പറ്റും. ഇതിവിടെ പറഞ്ഞ കാര്യം ഞാനത് ഓൾറെഡി കുറച്ച് ഇൻസ്റ്റയിൽ പിന്നെയും കുറച്ച് ഇത് കണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി മെസ്സേജ് കുറേ എണ്ണം വന്നത്, അവന്മാർക്കുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞത്. ഓക്കെ, പിന്നെ അത് ഞാൻ ഇങ്ങനെ തന്നതിൻ്റെ മേജർ റീസൺ എനിക്ക് ഇവരുമായിട്ട് ഞാൻ ഇവരിൽ നിന്ന് പ്രൊഡക്റ്റ്സ് എടുക്കുന്നുണ്ട്, എനിക്ക് ട്രസ്റ്റഡ് ആയതുകൊണ്ടും കൂടാണ് ഞാനിത് തന്നത്. കാര്യം റീസെല്ലിംഗ് ഇഷ്ടംപോലെ സ്കാം കൊടുക്കുന്നുണ്ട്. കാര്യം ഇഷ്ടംപോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്കല്ല റീസെല്ലിംഗ്. ഇഷ്ടംപോലെ ആൾക്കാർ സ്കാം നടക്കുന്നുണ്ട്. അതായത് ഈവൻ ഇൻസ്റ്റഗ്രാമിൽ അവർ ആഡ് റൺ ചെയ്തിട്ട് ആൾക്കാരെ കയറ്റി ഇത് കണക്ക് ഓർഡേഴ്സ് എടുത്തിട്ട്
റിപ്ലൈ പോലും ഇല്ല. കാര്യം ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. ഞാൻ 5 വർഷത്തിൽ ഞാൻ ഇഷ്ടംപോലെ സ്കാമേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സ്കാം ആയിപ്പോയ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അവരോട് സംസാരിച്ചിട്ടുണ്ട്. അവരെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചെടുത്ത ആൾക്കാരാണ്. എനിക്ക് 2-3 വർഷം മുമ്പ് എൻ്റെ സ്ഥിരം പരിപാടി ഇതായിരുന്നു, സ്കാമേഴ്സിനെ പൊക്കുന്ന പരിപാടി. ഇഷ്ടംപോലെ ആൾക്കാരെ പിടിച്ചിട്ടുമുണ്ട്. അമ്മാർ ഇതായിട്ട് പോയിട്ടും അമ്മാരെ നമ്പർ കണ്ടുപിടിച്ച് ഞാൻ എടുത്ത് വിളിച്ച് പൈസ എനിക്ക് പറ്റുന്ന രീതിയിൽ, എല്ലാവരും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ തിരിച്ച് അവരെ കയ്യിൽ നിന്ന് സംഭവങ്ങൾ എടുത്ത് കൊടുത്തിട്ടുണ്ട്, പൈസയൊക്കെ. ഓക്കെ, അപ്പം ആ ഒരു ഇതുകൊണ്ട് പറയാം, ഇഷ്ടംപോലെ സ്കാമുകൾ വീഴും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തിരുന്നത്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഈ ഒരു 3 ടീമിൻ്റേത് മാത്രം തന്നെ നിങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്യാനല്ല, അത്യാവശ്യം നല്ല രീതിക്ക് നിൽക്കാൻ നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടും. ഓക്കെ, അപ്പം ഇതിൽ തന്നെ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക. കാര്യം എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. ആവശ്യമല്ലാതെ വെളിയിൽ പോയി പണി വാങ്ങരുത്. ഞാൻ ഉത്തരവാദി അല്ല. ഈ ഒരു 3 ടീമിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യം പറയാം. ഞാനത് എൻ്റെ രീതിയിലായി എനിക്ക് പറയാനേ പറ്റും. എനിക്ക് അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റേതായ രീതിയിൽ ഇത് ചെയ്യാം. കാര്യം ഞാൻ എടുക്കുന്നുണ്ട്, വർഷങ്ങളായിട്ട് ഇവർ ഈ ഫീൽഡിലുള്ളതാണ്. സോ അതുകൊണ്ട് എനിക്ക് അവരെ ലൈക്ക് ഒരു ഇത് ചെയ്യേണ്ട കാര്യമില്ല. ഇഷ്ടംപോലെ ആയിട്ടും അവരിവിടെ ഉണ്ട്. ഒരു പ്രശ്നം അവർ ഉണ്ടാക്കിയിട്ടുമില്ല ഈ 3 ടീംസ്. ഓക്കെ, അപ്പം അത് മാക്സിമം നോക്കാം. പിന്നെ പുതിയ ആരെങ്കിലും എടുത്ത് പോയി അവിടെ പോയിട്ട് സ്കാം കിട്ടി ഇങ്ങോട്ട് ഓടി തള്ളി വന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഞാനത് റെഡിയാക്കി തരാൻ പറഞ്ഞാൽ ഞാൻ മൈൻഡ് പോലും ചെയ്തില്ല. കാര്യം ഞാനിപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതെ ഞാൻ എൻ്റെ ഓർഡറും കാര്യങ്ങളുമായിട്ട് പോവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യത്തിൽ ഇടപെടൂല ഇപ്പോൾ. ഓക്കെ, പിന്നെ വേറെ മേജറായിട്ട് അങ്ങനെ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ ഒരു റിട്ടേൺ പോളിസിയുടെ കേസ് ഞാൻ പറഞ്ഞു തരാവേ. അത് കുറച്ച് പേർക്ക് പ്രശ്നമായിട്ട് വരും. ഞാനത് മറന്നു, എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ കത്തിയതാണ്. എനിക്ക് ഇന്നൊരു പ്രശ്നം വന്നായിരുന്നു, ലൈക്ക് എൻ്റെ കസ്റ്റമർ സൈഡിൽ നിന്നൊരു പ്രശ്നം വന്നു. അതുകൊണ്ടാണ് ഞാൻ ആലോചിച്ചത്. അതായത് നിങ്ങളിപ്പം വാച്ചിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ പോളിസി, അതായത് ഇപ്പം ഏത് സെല്ലറാണെങ്കിലും ഇപ്പം ഏത് ആൾക്കാരാണെങ്കിലും അവർ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരുന്നത് ലൈവ് വീഡിയോ, ലൈവ് ഫോട്ടോ കാര്യങ്ങളെല്ലാം വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് അതിനകത്ത് ഇട്ട് തരുന്നത്. നിങ്ങളവിടെ ചെയ്യേണ്ട കാര്യം ഇത് രണ്ടും കസ്റ്റമറിനെ കാണിക്കുക. ഓക്കെ, ലൈവ് ഫോട്ടോ ലൈവ് വീഡിയോ എന്നിട്ടേ ഓർഡർ എടുക്കാവോ. പിന്നെ ഈ സാധനം ചെന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ബ്രോ ഇത് റിട്ടേൺ എടുക്കണം, നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്നും പറഞ്ഞാൽ അൺബോക്സിങ് വീഡിയോ അയച്ചു തന്നിട്ട് ഒരു സെല്ലേഴ്സും തിരിച്ച് ഈ സാധനം എടുക്കത്തില്ല. കാര്യം അവർ ലൈവ് ഫോട്ടോയും ലൈവ് വീഡിയോയും തന്നിട്ട് എടുക്കുന്ന സാധനം. അപ്പോൾ പിന്നെ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് ഒരു മണ്ടൻ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ഇന്നിപ്പോൾ ഒരു കസ്റ്റമറുടെ സൈഡിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഓക്കെ, അതൊരു വാച്ചിൻ്റെ കേസിന് ഇപ്പം ഇന്ന് അങ്ങോട്ട് വന്നതേ ഉള്ളൂ. അവർക്ക് ആ സാധനം അത് എൻ്റെ കയ്യിലിരുന്ന സാധനമാണ്. നമ്മളെ കയ്യിലിരുന്ന സാധനം അത് എടുത്ത് അവർക്ക് വീഡിയോ ഫോട്ടോ എല്ലാം അയച്ചു കൊടുത്തിട്ട് അവർ എന്നിട്ട് പറയാം അവർക്ക് ആ സാധനം ഇഷ്ടപ്പെട്ടില്ല, വന്നപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞങ്ങൾ അതിന് റിട്ടേൺ കൊടുത്തിട്ടില്ല, കൊടുക്കത്തില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പം അതാണ് സംഭവം. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിക്ക് സീരിയസ്ലി ഒരു സപ്ലൈസിൻ്റെ അടുത്തും പോയി ചോദിക്കരുത്. ഇപ്പം ഇതാണെന്നുണ്ടെങ്കിൽ വാച്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ഡാമേജ് ഉണ്ടെങ്കിൽ അൺബോക്സിങ് വീഡിയോ ഉണ്ടെങ്കിൽ കൊണ്ടു ചെന്നാൽ അവർ സാധനം മാറ്റിത്തരും. ഓക്കെ, ഇപ്പോൾ പ്രോഡക്റ്റ് ചിലപ്പോൾ ചേഞ്ച് ആവും, അല്ലെങ്കിൽ കളർ ചിലപ്പോൾ ചേഞ്ച് ആവും. കളർ ഇപ്പോൾ സിൽവർ പറഞ്ഞിട്ട് ബ്ലാക്ക് പറഞ്ഞിട്ട് സിൽവർ വന്നു, അങ്ങനത്തെ ഉള്ള ഇഷ്യൂ. അപ്പോൾ അതാണെങ്കിൽ അൺബോക്സിങ് വീഡിയോ എടുക്കുക, സെല്ലറിന് അയക്കുക, അവർ മാറ്റി തരും. ഓക്കെ, അപ്പം അൺബോക്സിങ് വീഡിയോ ഇല്ലെങ്കിൽ ഒരു സെല്ലേഴ്സിൻ്റെ അടുത്ത് അൺബോക്സിങ് വീഡിയോ ഇല്ലാതെ പോയി തർക്കിക്കാൻ ചെല്ലരുത്. അവർ മൈൻഡ് പോലും ചെയ്തില്ല. പിന്നെ സ്കാം ചെയ്ത് മറ്റേത് മറിച്ച് ചെയ്തെന്ന് പറയരുത്. അങ്ങനെ നിങ്ങളുകൊണ്ട് കേസ് കൊടുത്തിട്ട് അപ്പോൾ പറയാം നിങ്ങൾ പറയും കേസ് കൊടുക്കും, മറ്റേതാണ് മറിച്ചതെന്ന് പറയും. കേസ് കൊടുത്തിട്ട് കാര്യമില്ല. കാര്യം ഓൾറെഡി അവരുടെ റൂളുണ്ട്. അപ്പം അതിപ്പോൾ കേസായാലും അവർക്ക് ഈസിയായിട്ട് വരാവുന്ന കേസുള്ളൂ. കാര്യം റൂളുണ്ട്. നിങ്ങൾ ആ റൂള് ചെയ്തിട്ടില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി അവിടെ എൻഡായി. പിന്നെ നിങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ വെട്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യം പറയാം. കാര്യം ഞാൻ ഈ കേസിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ചിലവർ നീ ഇത് ചെയ്തെന്നില്ല, ഞാൻ അങ്ങ് മൂക്കി കയറ്റിക്കളയും മറ്റേതെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി കേൾക്കുന്ന ഈ പരിപാടികളൊക്കെ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം അത് ഒന്ന്. പിന്നെ രണ്ടാമത്തെ കേസ് ഷൂവിൻ്റെ ആണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ആരാണ് ചെയ്യുന്നത് വെച്ചാൽ 3 പേരും ചെയ്യുന്നുണ്ട്. അവരതിനകത്ത് പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ, ലൈവ് ഫോട്ടോ, അതേപോലെ ലൈവ് വീഡിയോ കാര്യങ്ങളെല്ലാം ഇടുന്നുണ്ട്. സോ പ്രൊഡക്റ്റ് ചേഞ്ച് ആവാനോ കളർ ചേഞ്ച് ആവാനോ ഉള്ള ഒരു പ്രശ്നവും വരുന്നില്ല. ഓക്കെ, ഷൂവിനിപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഇത് എല്ലാവരെയും മേജറായിട്ട് വരുന്നത് വെച്ചാൽ ഇപ്പോൾ സൈസ്, ഇപ്പം നിങ്ങൾ 9 പറഞ്ഞിട്ട് 10 വന്നു, 10 പറഞ്ഞിട്ട് 7 വന്നു, അങ്ങനെയുള്ള മേജർ സൈസ് ഇഷ്യൂസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺബോക്സിങ് വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് സെല്ലേഴ്സ് മാറ്റിത്തരും. ഒന്ന്. രണ്ടാമത്തെ കേസ് വരുന്നത് പ്രൊഡക്റ്റ് ഡാമേജ് ആണ്. പ്രോപ്പർ ഡാമേജ് അൺബോക്സിങ് വീഡിയോ ഉണ്ടെങ്കിൽ കൊണ്ടു ചെല്ലാൻ മാറ്റിത്തരാം. അല്ലാതെ കസ്റ്റമറിന് ഇഷ്ടപ്പെട്ടില്ല എന്നും പറഞ്ഞാൽ അതിപ്പോൾ ഏത് പ്രൊഡക്റ്റിലാണെങ്കിലും എന്ത് സാധനങ്ങളിലാണെങ്കിലും മാറ്റാൻ പറ്റത്തില്ല. അത് ഞാൻ ആദ്യമേ പറഞ്ഞു തരാം. പിന്നെ വന്നിട്ട് അതും ഇതും പറയരുത്. ഓക്കെ, ഇത് പണ്ട് തൊട്ടുള്ള റൂളാണ്.
ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരും, ഡാമേജോ റിട്ടേൺ ഇങ്ങനെ എന്തെങ്കിലും റിട്ടേൺ വന്നാൽ സെല്ലേഴ്സിന് ഇത് എങ്ങനെയായിരിക്കും അവർ പൈസ തരുന്നത്? സെല്ലേഴ്സ് പൈസ തരത്തില്ല. അതിന് ഒരു മേജർ റീസൺ ഉണ്ട്. കാര്യം, നിങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അതായത് കസ്റ്റമറിന് ആരാണോ സെല്ല് ചെയ്യുന്നത് അവരാണ് ഈ ഒരു സാധനത്തിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് എടുക്കുന്നത്. സോ അവർ വേണം അതിൻ്റെ എമൗണ്ട് ബെയർ ചെയ്യാൻ. മനസ്സിലായി? സപ്ലൈസ് എന്ന് പറയുന്നത് ഇപ്പം എക്സാമ്പിൾ ഞാൻ റീസെല്ലിങ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ്സ് എടുത്ത് ഞാൻ സ്വന്തമായിട്ട് പ്രൊഡക്ട്സ് എടുത്ത് ചെയ്യുന്ന, ഞാനിപ്പം എൻ്റെ ഒരു റീസെയിൽ ലൈക്ക് നിങ്ങൾക്കിപ്പം ഞാൻ സാധനം തരുവാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരു 300 രൂപയ്ക്ക് ഇടുന്ന സാധനം എനിക്ക് കൂടിപ്പോകാൻ നിങ്ങൾക്ക് എൻ്റെ ഷിപ്പിംഗ് ചാർജ് എല്ലാം കൂടെ ചേർത്ത് എനിക്കൊരു 400 രൂപ നിങ്ങളെ നിന്ന് വാങ്ങാൻ പറ്റും. എനിക്ക് അതിനകത്ത് ലാഭം ഉണ്ടോ? എനിക്ക് ഷിപ്പിംഗ് ചാർജ് ആയിട്ട് തന്നെ എങ്ങനെ പോയാലും ഒരു 70 രൂപ പോകും. പിന്നെ പാക്കിംഗ് ചാർജ് എല്ലാം കൂടെ ഒരു 30 രൂപ അല്ലെ ഒരു 20 രൂപ പോകും. പിന്നെ എനിക്ക് ഇതിനകത്തുനിന്നുള്ള കിട്ടുന്ന ലാഭം 10 രൂപ. ഓക്കെ, അല്ല ഇപ്പോൾ ഓക്കെ 450 കിട്ടും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു പ്രോഡക്റ്റിന് കിട്ടുന്ന 60 രൂപ. 450 ഞാൻ ഫിക്സ് ചെയ്തു, എനിക്ക് 60 രൂപയ്ക്ക് കിട്ടും. അതൊരു ലാഭമാണോ? അല്ല. അതേസമയം ഞാൻ ഈ സെയിം സാധനം ഈ 300 രൂപയ്ക്ക് ഇടുന്ന സാധനം ഞാൻ അതൊരു 800 രൂപയ്ക്ക് എൻ്റെ കസ്റ്റമറിന് കൊടുത്താൽ അത് എനിക്ക് ലാഭമാണ്. മനസ്സിലായി? അതാണ് സംഭവം പറയുന്നത്. സപ്ലൈസ് അതേപോലെയാണ്. അവർ ചെറിയൊരു ലിമിറ്റഡ് എമൗണ്ട് ഇട്ടിട്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ സാധനം തരുന്നത്. അല്ലാതെ അവർ വലിയ ഹ്യൂജ് എമൗണ്ട് ഒന്നും എടുക്കത്തില്ല. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സെല് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതിനകത്ത് 300-400 പ്രോഫിറ്റ് എടുത്ത് ചെയ്യുന്നത് നിങ്ങളാണ്. സോ ഇത് റിട്ടേൺ അയക്കുന്ന സമയത്തും അതിൻ്റെ എമൗണ്ട് ബെയർ ചെയ്യേണ്ടത് നിങ്ങളാണ്. പക്ഷേ പ്രൊഡക്റ്റിന് ഇപ്പം ഡാമേജോ അല്ലെങ്കിൽ സൈസ് ലൈക്ക് ചേഞ്ച് ആയി, നിങ്ങൾ പറഞ്ഞ സൈസ് അല്ല വന്നത് എന്നുണ്ടെങ്കിൽ അത് തിരിച്ചയക്കുന്നത് സപ്ലയർ തന്നെ ആയിരിക്കും, ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. പക്ഷേ ഇൻ കേസ് സൈസ് നിങ്ങൾ 6 പറഞ്ഞു, 6 തന്നെ നിങ്ങൾക്ക് വന്നു, പക്ഷേ കസ്റ്റമറിന് ആ 6 പറ്റുന്നില്ല, അവർക്കൊരു 7 വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് സൈഡിലെയും ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ അടുത്ത് പറയണം 2 സൈഡിലെ ഷിപ്പിംഗ് ചാർജ് എടുക്കേണ്ടി വരും, അങ്ങനെയാണെങ്കിൽ മാറ്റിത്തരാമെന്ന് പറയണം. അപ്പം അൺബോക്സിങ് വീഡിയോ ഉണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് സപ്ലയറിന് കൊടുക്കുക. ഓക്കെ, സൈസ് കറക്റ്റ് തന്നെയാണ് വന്നത്, പക്ഷെ അവർക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബോത്ത് സൈഡ് ഷിപ്പിംഗ് ചാർജ് എടുത്തേ പറ്റൂ, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. കാര്യം അത്യാവശ്യം വലുതായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക, അപ്പം ഞാനത് ക്ലിയർ ചെയ്ത് തരാം. പിന്നെ മെറ്റാ ആഡ്സിൻ്റെ ഞാൻ സീരിയസ്ലി എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ ഇപ്പോൾ താണ്ട നിങ്ങളെ മുമ്പിൽ ഇരുന്ന് വേണമെങ്കിൽ നോക്കാം ഇതിനകത്ത് എങ്ങനെയാണ് എന്നുള്ളത്. ഞാൻ ഒരു വീഡിയോ ഞാൻ കണ്ടു നോക്കി, അപ്പോൾ അതിനകത്ത് അത്യാവശ്യം കൊള്ളാം. ഇതിനകത്ത് MYD സ്കേപ്പ് എന്നും പറഞ്ഞൊരു ടീമുണ്ട്. എനിക്ക് പുള്ളിയുടെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു. MYD സ്കേപ്പ് എന്നും പറഞ്ഞു മെറ്റാ ആഡ്സിൻ്റെ കോഴ്സാണ്. മെറ്റാ ആഡ്സിൻ്റെ മലയാളം കോഴ്സാണ്. അതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് പുള്ളി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ കാണാം. അത് അത്യാവശ്യം സീരിയസ്ലി നല്ലൊരു ക്ലാസ്സാണ്. എനിക്ക് സീരിയസ്ലി അത് ഞാൻ കുറച്ചേ കണ്ടുള്ളൂ. പാർട്ട് 1ൻ്റെ ഒരു തുമ്മണി കണ്ടതേ ഉള്ളൂ. പക്ഷേ എനിക്ക് പുള്ളിയുടെ പ്രസൻറ്റേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നിങ്ങൾ മെറ്റാ ആഡ്സ് മലയാളം എന്ന് അടിച്ചു കഴിഞ്ഞാൽ ടോപ്പിൽ തന്നെ വരും. അതായത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് 2024. ഓക്കെ, അത് മെറ്റാ ആഡ്സ് കോഴ്സ് മലയാളം എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ഉണ്ട്. അതെടുത്ത് വെച്ച് കണ്ടാൽ മതി. പരിപാടി കഴിഞ്ഞ് ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പരിപാടികളെല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ എഡിറ്റിങ്, ക്യാപ്കട്ടിൻ്റെ ഇതേപോലെ ക്യാപ്കട്ട് മലയാളം എന്ന് അടിച്ചു കഴിഞ്ഞാൽ ക്യാപ്കട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. ഡൗൺലോഡ്സ് എങ്ങനെ അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് APK ഫയലിൻ്റെ ലിങ്ക്, ആൻഡ്രോയിഡ് ആണെങ്കിൽ APK ഫയലിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം കിട്ടും. iOS ആണെങ്കിൽ റീജിയൻ ഓസ്ട്രേലിയയോട് USA ചേഞ്ച് ചെയ്യുക, പോവുക, ഡൗൺലോഡ് ചെയ്യുക, പരിപാടി കഴിഞ്ഞു. ഇറ്റ്സ് വെരി വെരി സിമ്പിൾ. iOS ആണെങ്കിൽ ഓക്കെ, മറ്റേ പരിപാടിയൊന്നും വേണ്ട. പിന്നെ ഒരു VPN എടുത്തിട്ട് iOS ആണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ അഡ്വൈസ് തരാം. VPN അർബൻ VPN യൂസ് ചെയ്യുക. അത്യാവശ്യം നല്ല VPN ആണ്. ഞാൻ എൻ്റെ മാക്കിൽ യൂസ് ചെയ്യുന്ന അർബൻ VPN ആണ്. ഫോണിൽ എത്രത്തോളം കേപ്പബിൾ ആണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ മാക്കിൽ അടിപൊളിയാണ്. മാക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അർബൻ VPN ബെസ്റ്റ് ഓപ്ഷനാണ്. കാര്യം ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് കിടക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റാണ്. നമ്മൾ അവിടെ തന്നെ കണക്ട് ചെയ്താൽ മതി. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് എല്ലാം ക്യാപ്കട്ടിലുള്ള എല്ലാ ഫീച്ചേഴ്സ് യൂസ് ചെയ്യാനും വിത്ത് 4K എക്സ്പോർട്ടിങ് കാര്യങ്ങളെല്ലാം പറ്റും. ഒരു പ്രശ്നവുമില്ല. ഞാനിപ്പം കുറേ നാളുണ്ട് ഞാൻ ഈ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അറൗണ്ട് ഇപ്പോൾ ഒരു മാസം പ്ലസ് ആയി. എനിക്ക് സീരിയസ്ലി ഒരു പ്രശ്നമില്ല. അതിന് മാക്കിൻ്റെ ഗുണമാണോ എന്തോന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കൊരു പ്രശ്നമില്ല. ഓക്കെ, അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ മതി. ഇന്നത്തേക്ക് ഇപ്പം എനിക്കൊന്ന് 25 മിനിറ്റിൻ്റെ അങ്ങോട്ട് വീഡിയോ ആയി. ഇതൊക്കെ എപ്പോൾ കണ്ട് തീർക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല. കാണുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഫുള്ള് കണ്ടിട്ട് മാത്രം വന്നിട്ട് വേണം കമൻറ്റ് ഇടുക. അല്ലാതെ ഞാൻ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കമൻറ്റിൽ കണ്ടാൽ ഞാൻ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഓക്കെ, അപ്പം എല്ലാവർക്കും ബൈ.